നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക ഉന്നതി ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നറിയാതെ പലരും വലിയ വിഷമത്തിലാണ്. അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ മാർഗം വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ്. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം കലി അടങ്ങാതിരുന്ന നരസിംഹത്തെ സമാധാനിപ്പിക്കുന്നതിനാണ് വാരാഹി അവതരിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. ദേവി ഭഗവാന്റെ മടിയിൽ ഇരുന്നു സമാധാനിപ്പിച്ചു. പിന്നീട് അവർ സ്വർഗത്തിലേക്ക് മടങ്ങി. ഭക്തിയോടുകൂടിയും പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥിക്കുന്നവരെ വരാഹി ദേവി അനുഗ്രഹിക്കും. വരാഹി ദേവിയുടെ രൂപം ഉഗ്രമാണ്. എന്നാൽ ദേവി ഒരു കുട്ടിയുമാണ്. എപ്പോഴും തൻ്റെ വാത്സല്യം, ഭക്തരോട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞവളാണ്. പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ദേവി തൻ്റെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും എന്നാണ് വിശ്വാസം. പൂജയ്ക്കായി മുറിയിൽ ഒരു ചെറിയ സ്ഥലം അലങ്കരിച്ച് ദേവിയുടെ ചിത്രം സ്ഥാപിക്കണം. ഇവിടെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം. മൺവിളക്കുകൾ ചതുരാകൃതിയിലുള്ള ചെറിയ കടും നീല നിറത്തിലുള്ള തുണിയെടുത്ത് അതിൽ കുറച്ച് കടുകിട്ട് ഒരു കിഴി കെട്ടാം. ഈ കിഴി മൺചിരാതിയിൽ എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാം. ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. മരച്ചീനി വയ്ക്കുന്നതും വാരാഹി ദേവിയെ പ്രീതിപ്പെടുത്തുന്നു. ദേവിക്ക് മറ്റു നിവേദ്യങ്ങളും സമർപ്പിക്കാവുന്നതാണ്. വാരാഹി ദേവിയെ പ്രീതിപ്പെടുത്താൻ എല്ലാ ശനിയാഴ്ചയും പൂജ നടത്താം. രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണി വരെ, അല്ലെങ്കിൽ രാത്രി 8 മുതൽ 9 മണി വരെ പൂജ ചെയ്യാം. 8 ശനിയാഴ്ച തുടർച്ചയായി ഈ പൂജ ചെയ്യണം. വീട്ടിൽ ഇത് ചെയ്യാൻ കഴിയാത്തവർ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യാം. പൂജ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കുകയും ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശല്യപ്പെടുത്തുന്ന ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പൂജ ശത്രുവിനെ ഇല്ലാതാക്കും. വരാഹി ദേവി മാനസിക ശക്തി നൽകുകയും കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് നൽകുകയും ചെയ്യുന്നു. വരാഹി ദേവിയെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പണത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതായി കാണാൻ കഴിയും. വരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ തന്നെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും. വരാഹി മന്ത്രം 108 തവണയെങ്കിലും ജപിക്കുന്നതും ഉത്തമമാണ്. സമയമില്ലാത്തവർ കുറഞ്ഞ 3 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കാൻ. വാരാഹിയെ ആരാധിക്കുമ്പോഴോ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. വാരാഹി ദേവി മൂലമന്ത്രം: ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം ധന വാസംകരീദാനം വർഷയ സ്വാഹ എന്നാണ് വരാഹി ദേവിയുടെ മൂലമന്ത്രം. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എപ്പോഴും ഗുരുവിൻ്റെ ഉപദേശത്തോടുകൂടെ മാത്രം ജപിക്കുക. മറ്റേതെങ്കിലും മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാതെ വേണം ഇത് ജപിക്കാൻ. വരാഹി ദേവിയുടെ ഈ മൂലമന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ എല്ലാവിധ സകല പ്രശ്നങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ഐശ്വര്യമുണ്ടാവും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.